നമസ്കാരം, ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. എവിടെയൊക്കെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഐശ്വര്യമുണ്ടാകും എന്ന് നാഴേക്ക് 40 വട്ടവും പറഞ്ഞു നടക്കുന്നവരാണ് സനാതന കൂട്ടർ. എന്നാൽ അവർക്ക് ഇതൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ അഫ്ഗാൻ എംബസിയിൽ താലിബാൻ സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയ സംഭവം ഉണ്ടായി. എന്നാൽ നമ്മുടെ പല വലതുപക്ഷ മാധ്യമങ്ങളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു. അമീർ ഖാൻ മുത്താഖലിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയത് സാമാന്യ ബോധമുള്ള എല്ലാവരെയും അമ്പരപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്തു. താലിബാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കേന്ദ്രത്തിലെ BJP സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ചയായാണ് മുത്താഖി ഇന്ത്യയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് താലിബാൻ മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. വാർത്താ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല, വിവരമറിഞ്ഞെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെ ഗേറ്റിൽ തടയുകയും ചെയ്തു. ഇതിൽ കടുത്ത പ്രതിഷേധവും രോഷവും ഉയർന്നപ്പോൾ തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് പ്രസ്താവന ഇറക്കി കൈ കഴുകാനാണ് മോഡി സർക്കാർ ശ്രമിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ മുത്താഖിയുടെ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നൽകി. ആദ്യ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചത് ബോധപൂർവമല്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നും വിശദീകരിക്കാനാണ് താലിബാൻ മന്ത്രി ശ്രമിച്ചത്. പങ്കെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയതിൽ സംഭവിച്ച പിഴവാണെന്ന അവിശ്വസനീയമായ വിശദീകരണം മുത്താഖിയിൽ നിന്നുണ്ടായി. താലിബാന്റെ സ്ത്രീവിരുദ്ധ നിലപാടിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് മോഡി സർക്കാരിൻ്റെ പ്രതിനിധിയിൽ നിന്നുണ്ടായത്. എല്ലാ വർഗീയവാദികളും സ്ത്രീവിരുദ്ധ നിലപാടിൽ ഒരേ തൂവൽപക്ഷികളാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവ വികാസമാണിത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തുക്കളായി കണ്ടുള്ള പ്രസ്താവനകൾ സംഘപരിവാർ നേതാക്കൾ അടിക്കടി നടത്തുന്നു. BJPയുടെയും മോഡി സർക്കാരിൻ്റെയും ശാസ്ത്രവിരുദ്ധവും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തുള്ള നിലപാടുകളുടെയും മുഖ്യ ഇരകൾ സ്ത്രീകളാണ്. വർഗീയ വിഭജന ലക്ഷ്യത്തോടെ ഇളക്കിവിടുന്ന കലാപങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ സഹിക്കേണ്ടി വരുന്നത് മറ്റാരുമല്ല. 7 ദിവസത്തെ സന്ദർശനത്തിനായി ഇവിടെ എത്തിയ താലിബാൻ മന്ത്രി സംഘപരിവാർ സംഘടനയായ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതും ഇക്കൂട്ടരുടെ സമീപനങ്ങളും നയങ്ങളും ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കടമ ഭരണപക്ഷത്തിന്റെ തെറ്റായ നയങ്ങൾ വിമർശിക്കുക എന്നതാണ്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് കാട്ടിക്കൂട്ടുന്നത്? പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പരിണിതപ്രജ്ഞരായ പലരും പ്രതിപക്ഷ നേതൃനിരയിൽ ഉണ്ടെങ്കിലും അവർ അറിഞ്ഞിട്ടും സതീശന്റെയും കൂട്ടരുടെയും പേക്കൂത്തുകൾക്ക് കുടപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. 2016 UDF അധികാരമൊഴിയുമ്പോഴുള്ള കേരളമല്ല ഇന്ന്. സർവ്വമേഖലയിലെയും പുരോഗതി, സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ വികസന രീതികളും ഇടപെടലുകളും ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യമാണ്. ഇതിലുള്ള വെപ്രാളമാണ് ഇക്കൂട്ടരെ അരുതാത്ത കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഘവും ബഹിഷ്കരിച്ചത് ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. വികസന പ്രവർത്തനങ്ങളിൽ സങ്കുചിതത്വം കാണുന്നവർക്ക് ഇങ്ങനെ ചെയ്യാനാവൂ. നേരത്തെ എതിർപ്പ് രേഖപ്പെടുത്തിയ പല സംഘടനകളും LDF സർക്കാരിനോട് സഹകരിക്കുന്ന സ്ഥിതി ഉണ്ടായതും UDFനെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രകടനം ജനാധിപത്യ വിരുദ്ധമായ ജനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന സുപ്രധാനമായ 21 ബില്ലുകളാണ് സഭയിൽ വന്നത്. പ്രധാനപ്പെട്ട ബില്ലുകളുടെ ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം പറയാതെ നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ലോകം കണ്ടു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സമഗ്രാന്വേഷണം എന്ന നിലപാടാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്വീകരിച്ചത്. എന്നാൽ പ്രതിപക്ഷ ആവശ്യം മന്ത്രിയുടെ രാജിയായിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തലല്ല, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സ്ഥിരം രീതി. ആരോപണങ്ങൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നതിനിടയിലായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷ അക്രമം. സർക്കാർ നിലപാട് ശരിവെക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. വിജിലൻസ് ചൂണ്ടിക്കാട്ടിയ പ്രധാന പ്രതികൾ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ആളുകളാണ്. അതിനാൽ അന്വേഷണത്തെ കോൺഗ്രസ് ഭയക്കുകയാണ്. എങ്ങനെയെങ്കിലും ജനശ്രദ്ധ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ ഷോ അരങ്ങേറിയത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കാൻ UDFന് മടിയില്ല.
വർഗീയ സംഘടനകളുമായി കൂട്ടുചേർന്നിട്ടും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് UDF നേതൃത്വം. തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശരിയായ നിലപാടുകളും വികസന അജണ്ടകളും വേണം. അതില്ലാതെ സംഘർഷത്തിന് ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന പേരുള്ള സുനിൽ കനുകോലുവിന്റെ ക്യാപ്സൂൾ ഉപദേശത്തിലാണ് 2 വർഷമായി കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം. സംഘടനാ സംവിധാനങ്ങളും ഒട്ടേറെ നേതാക്കളും ഉണ്ടായിട്ടും സ്വകാര്യ ഏജൻസിയെ ആശ്രയിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥിതി നിലവിലുള്ളതിനേക്കാൾ മോശമാകുമെന്നാണ് സുനിൽ കനുകോലുവിന്റെ സർവേകളിൽ കണ്ടെത്തിയത്. അതിനാൽ ഏത് വൃത്തികെട്ട നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകും? രാഷ്ട്രീയ പാപ്പരത്തം എന്നല്ലാതെ എന്തു പറയാൻ? ജനയുഗ പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.